എന്തല്ല സെറ്റല്ലേ? എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു മല കയറാമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കറണ്ടിലുള്ളത് ഇവിടെ സ്കോട്ട്ലാൻഡിലാണ്. സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോ എന്ന് പറഞ്ഞ സിറ്റിയിലാണ്. ഇന്നലെ എത്തിയാണ് ഇവിടെ. ഇന്നലെ ലണ്ടനിൽ അങ്ങനെ ട്രെയിന് കയറി വന്ന് ഇവിടെ രാവിലെ ഉച്ചയാകുമ്പോൾ എത്തി. പിന്നെ ഇവിടെ കുറച്ച് കറങ്ങി, ജസ്റ്റ് സിറ്റി കൂടെ കുറച്ച് കറങ്ങി ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഹോസ്റ്റലിൽ ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ ചെക്കിന് ഉണ്ടായിരുന്നത് 4 മണിക്കാണ്. അപ്പോൾ അതുവരെ പുറത്ത് ഇറങ്ങി നേരെ ഹോസ്റ്റലിൽ ചെക്ക് ചെയ്ത്. ഇപ്പോൾ കറണ്ടിലുള്ളത് ഇവിടെ ഹോസ്റ്റലിനുള്ളിലാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നിങ്ങനെ ഒരു മല കയറാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുക. ബെൻ നെവീസ് പറഞ്ഞാണ് മലയുടെ പേര്. അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു 4 മണിക്കൂർ കൂടി യാത്ര ചെയ്യാണ്ട്. ഏകദേശം ട്രെയിൻ എടുത്തിട്ട് 4 മണിക്കൂർ യാത്ര ചെയ്ത് അവിടെ പിന്നെ കുറച്ച് നടക്കാനുള്ള ദൂരമുള്ളൂ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക്. അപ്പോൾ നമുക്ക് പോയിക്കലോ. കൂടുതൽ ഇത് നമുക്ക് പോകണമെങ്കിൽ സംസാരിക്കാം. ഓക്കെ, ഇതാണ് ഇന്നലെ നിന്ന് വീടിൻ്റെ ബാക്കി, ഇന്നലെ നിന്ന് ഹോസ്റ്റലിൻ്റെ ബാക്കി ഏരിയാസ്. ഇത് അത്യാവശ്യം ഒരു 100-100-ലധികം വർഷം പഴക്കമുള്ള ബിൽഡിങ്ങാണ്. ആദ്യം ഒരു വീടായിരുന്നു, പിന്നെ അത് കൈമാറി അങ്ങനെ പോയി, പിന്നെ ഒരു ഹോട്ടലായി, പിന്നെ അതേമാതിരി അത് സെയിലായി കൈമാറിയിട്ട് അങ്ങനെ പോയി. ഇപ്പോൾ അതാ ഒരു നമ്മളെ ഹോസ്റ്റലിൽ സ്കോട്ട്ലാൻഡ് പറഞ്ഞൊരു ഹോസ്റ്റൽ ചെയിനുണ്ട്, അവരാണ് ഇത് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇത്ര കാണുമ്പോൾ ഭയങ്കര ലക്ഷറീസ് ആണെങ്കിലും ഇത് ഭയങ്കര ചീപ്പാണ്. കാരണം നമ്മൾ ഒരു റൂമിൽ തന്നെ 4 പേരുണ്ടാവും. നമ്മൾ ഡോർമെറ്ററി സെറ്റപ്പ് ഷെയർഡായിട്ടാണ് നിൽക്കുക. അപ്പോൾ ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ആയത് 34 പൗണ്ടാണ്. എൻ്റെ റൂം മേലെ പോകണം 217. അപ്പോൾ പിന്നെ സേഫ്റ്റിയുടെ കാര്യങ്ങളൊന്നും സീന് പേടിക്കാനൊന്നുമില്ല. നമ്മൾ 4 ആൾ ആണെന്നുണ്ടെങ്കിലും നമ്മളെ എല്ലാവരെയും ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളും പ്രോപ്പർ സബ്മിറ്റ് ചെയ്താറുള്ളൂ ചെക്കിങ് ചെയ്യുക. അതുമാതിരി പിന്നെ ഓരോരുത്തർക്കും അതേമാതിരിയുള്ള ഒരു ഡിജിറ്റൽ കീ ഉണ്ട്, അത് കിട്ടും. ഇതാണ് എൻ്റെ റൂം. 4 ആൾ എൻ്റെ വീട്ടിൽ. അപ്പോൾ എനിക്ക് ചെക്കൗട്ട് ചെയ്യാനുള്ള സമയമായി. ഞാനപ്പോൾ ഇനി നൈസായിട്ട് ഇവിടുന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങും. അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി ചെക്കൗട്ട് ചെയ്യാനുള്ള റെഡിയായി. ഇതിൻ്റെ കയ്യിലാണ് ഇത് നമ്മളെ ബ്ലാങ്കറ്റിൻ്റെ കവറ്, അതേമാതിരി പില്ലോൻ്റെ കവറ്, ബെഡ്ഷീറ്റിൻ്റെ കവറ്. അങ്ങനെ ഇത് നമ്മൾ തിരിച്ചേൽപ്പിക്കണം എന്ന് പറഞ്ഞില്ല. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കണം എന്നുള്ളതുകൊണ്ട് ഇങ്ങനത്തെ ചിലപ്പോൾ നല്ല സർവീസ് കൊണ്ട് നമ്മൾ തിരിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ പോയി ചെക്കൗട്ട് ചെയ്യുക, പുറത്തിറങ്ങുക. This one's fairly regular, every 30 minutes, I think. ചെക്കൗട്ട് ചെയ്തിട്ട് പുറത്തിറങ്ങി. ഇതിപ്പോൾ ഇവിടുന്ന് ഗ്ലാസ്ഗോ ക്യൂൻ സ്ട്രീറ്റ് സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ. അപ്പോൾ ഏകദേശം 1.5 മണിക്കൂറോളം നടക്കാണ്ട്. ചെറിയൊരു മഴയും കുറച്ച് തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നടക്കാമെന്ന് വിചാരിച്ച്. കാരണം ട്രെയിനിന് ഇവിടെ 10 മണിയായിട്ടുള്ളൂ, രാവിലെ 10 മണി. പിന്നെ ട്രെയിന് ഒരു 12:20 ട്രെയിന്. അപ്പോൾ അത്യാവശ്യം ടൈമുണ്ട്. മെല്ലെ നടന്ന് സിറ്റിയൊക്കെ ഒന്ന് നടന്ന് കണ്ട് പിന്നെ സാധാരണ സ്റ്റേഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. സ്റ്റേഷനിലെത്തി. ഇനി ഒരു 1.5 മണിക്കൂറോളം ഉണ്ട് ട്രെയിന്. കോഫി കുടിച്ച് ഇവിടെ എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. നമ്മുടെ ട്രെയിനിൻ്റെ ടൈമായി. ട്രെയിൻ കയറാൻ പോവാണ്. ഇതാണ് ട്രെയിൻ. ട്രെയിനിൽ ബാക്ക് പാക്കേഴ്സ്, സൈക്കിൾ, ബൈക്ക് ടൂറിങ് ആൾക്കാർ ട്രാവലേഴ്സാണ്. ഫോർട്ട് വില്യം നമ്മളിപ്പോൾ ഇറങ്ങേണ്ട സ്ഥലം ഫോർട്ട് വില്യമാണ്. ഇല്ലായി ഞാനിപ്പോൾ ഉള്ള പ്ലേസ് നോക്കിക്കൊണ്ടിരിക്കുക.
ഗ്ലാസ്ഗോ ടു ഫോർട്ട് വില്യം ട്രെയിൻ യാത്ര നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഒരു 2 മണിക്കൂറായി യാത്ര തുടങ്ങിയിട്ട്. ഒരു 2 മണിക്കൂറുള്ള യാത്ര. നമ്മൾ പോണ റൂട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നല്ല ഫുള്ള് മഞ്ഞ്, മലകളുടെ ടോപ്പൊക്കെ മഞ്ഞ് കവർ ചെയ്തിട്ടാണ്. ഫുള്ള് മൗണ്ടൻസിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഈ റൂട്ട് അത്യാവശ്യം വേൾഡ് ഫേമസ് റൂട്ടാണ്. ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് കൊണ്ടും ഇതിൻ്റെ നാച്ചുറൽ ബ്യൂട്ടി എല്ലാം കൊണ്ടും ഇത് ലോകത്തിൽ തന്നെ അറിയപ്പെടുന്നൊരു ട്രെയിൻ യാത്ര റൂട്ടാണ്. അപ്പോൾ ഞാനിതിന് മുമ്പ് ഇതിൽ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് ഇങ്ങനെ മഞ്ഞ് ഇതൊന്നും കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് അന്ന് സമ്മറിലായിരുന്നു. ഇപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇനി ഒരു 2 മണിക്കൂർ കൊണ്ട് യാത്ര ഉണ്ട്. ഇത് മല കയറിയിട്ട് മേലെ എത്തുന്തോറും നമ്മൾ മല കയറിയിട്ടാണ് പോകുന്നത്. അപ്പോൾ മല കയറി മേലേക്ക് എത്തുന്തോറും ഇത് മഞ്ഞിൻ്റെ അളവ് കൂടി കൂടി വരുന്നുണ്ട്. ഫോർട്ട് വില്യം സ്റ്റേഷനിലെത്തി. ഇവിടുന്ന് റൂമൊക്കെ ഹോസ്റ്റൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 6 മിനിറ്റ് വാക്ക്. രാവിലെ മല കയറാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നാളെ രാവിലെ മല കയറുമ്പോൾ ഫുഡും കാര്യങ്ങളൊന്നും ഇല്ലയെന്നാണ് ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ കണ്ടു. തന്നെ സൂപ്പർ മാർക്കറ്റ് കാണുന്നുണ്ട്. സാധനങ്ങളൊക്കെ മേടിച്ച് റൂം പോയി നമ്മുടെ റെസ്റ്റ് ചെയ്ത് ഫുള്ള് പ്രിപ്പയർ ചെയ്ത് രാവിലെ മല കയറാമെന്ന് വിചാരിക്കും. അപ്പോൾ അതാ സാധനമൊക്കെ മേടിച്ച് പുറത്തിറങ്ങി. ഇനി ഇവിടുന്ന് നടന്നുകൊണ്ടിരിക്കുക. മീൻസ് എന്താ ഹോസ്റ്റലിലേക്ക്. അപ്പോൾ ഇന്ന് ഇവിടുന്ന് ഒരു 5 മിനിറ്റ്സ് കൂടി നടക്കാണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം ഫോർട്ട് വില്യം ടൗൺ. ഇത് ചെറിയൊരു ടൗണാണ്. നമ്മളിപ്പോൾ സ്കോട്ടിഷ് ഐലൻഡ്സിലെത്തി. ഇനി ഇവിടുന്ന് റൂമിൽ നമുക്ക് നടന്നുകൊണ്ടിരിക്കണേ. ചെറിയൊരു ടൗണ്. അവിടെ പക്ഷേ വലിയ 2 സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ലിഡിലും ഉണ്ട്, മോറിസൺസും ഉണ്ട്. ഏകദേശം വീടും കാര്യങ്ങളും കുറച്ച് റെയിൽ സ്റ്റേഷൻ. ഹോസ്റ്റലിൻ്റെ അവിടെ എത്തി. ഈ കാണുന്ന ബിൽഡിങ്ങാണ് നിൽക്കാൻ പോകുന്ന ഹോസ്റ്റല്. ഫോർട്ട് വില്യം ബാക്ക് പാക്കേഴ്സ് ഉണ്ട്. പിന്നെ ചെക്കിങ് ചെയ്ത് കയറുക, റെസ്റ്റ് എടുക്കുക, അവിടെ തന്നെ ഓർഗനൈസായിട്ട് കയറുക. ഞാൻ ഹോസ്റ്റലിൻ്റെ ഉൾഭാഗം. ഞാൻ ഈ 2 ദിവസം നിൽക്കാൻ പോണ റൂം ഇതാണ്. നിൽക്കാൻ പോണ റൂം ഏകദേശം 8 ആളുണ്ടാവും വിചാരിക്കണം. കാരണം എല്ലാ ബാഗിലും ലഗേജൊക്കെ കാണുന്നുണ്ട്. എല്ലാ ബെഡിലും. ഇതാണ് എൻ്റെ ബെഡ്. ഇത് വ്യൂ ആണ് ഈ കാണുന്നത്. ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒന്ന് ഫുഡ് ഉണ്ടാക്കണം. ഞാൻ ഫുഡ് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഫുഡ് ഉണ്ടാക്കാനുള്ള അവിടെ പോയപ്പോൾ അവിടെ മിൽക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ ഞാൻ മേടിച്ച് വന്നിരുന്നു. നാളേക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങൾ ഹൈക്കിന് പോകുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഹെൽത്തി സാധനങ്ങൾ കൊണ്ടുപോകണം. എന്നാൽ ഹെവി അല്ലാത്തത്. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് ഞാൻ. റൈസ് പുഡിങ് മേടിച്ച്, ടൂണ മേടിച്ച് ഇന്ന് മിക്കവാറും ടൂണ ഇന്ന് കഴിക്കും. പിന്നെ മിൽക്ക്, ഇത് ഓട്സ്, ബിസ്ക്കറ്റ്, പിന്നെ എഗ്ഗുണ്ട്. എഗ്ഗൊക്കെ ഇന്ന് കഴിക്കാനുള്ളത്. പിന്നെ ഇത് റൈസിൻ്റെ 2 ഡിഷാണ്. എന്താണെന്ന് എനിക്കറിയില്ല കറക്റ്റ്. റൈസ് കണ്ടപ്പോൾ എടുത്തതാണ്. ഇത് പ്രിപ്പയർ ചെയ്ത് ഇതാക്കി കഴിക്കും. പിന്നെ നാളെ ഇനി പോകുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ എനർജി ബാറും മേടിക്കും. വെള്ളം, ഇത്രേ ഉള്ളൂ. ഒരു ദിവസത്തേക്ക് ഉള്ളൂ. ഇതാണ് കിച്ചൺ, സ്റ്റോറേജ്. അതുമാതിരി ഇവിടെ നമ്മൾ സെൽഫ് സർവീസ് കിച്ചണാണ്. നമുക്ക് ആവശ്യമുള്ള ഉണ്ടാക്കുക സാധനങ്ങൾ, പാത്രങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കാം. ആവശ്യം കഴിഞ്ഞാൽ മൊത്തം ക്ലീൻ ആക്കിയിട്ട് സെറ്റാക്കി വെച്ച് പോകണം. അതുമാതിരി ഇവിടെ പിന്നെ ഇത് ഒരു ഫ്രീ ഫുഡിന് സെക്ഷൻ. ഇവിടെ എന്തെങ്കിലും ആരെങ്കിലും മുന്നേ 2-3 ദിവസം 3 ദിവസം വേണമെങ്കിൽ സ്റ്റേ ചെയ്യാൻ തോന്നും. നമുക്ക് 2 ദിവസത്തിന് അടുത്തത്. അപ്പോൾ നമുക്ക് നമ്മളെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇന്ന് ഈ ഷെൽഫിൽ നമ്മൾ ഫുഡ് സ്റ്റോർ ചെയ്ത് നമ്മളെ ഡേറ്റ്, നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക.
നമുക്ക് പോകണ ടൈമിൽ നമുക്ക് ഫുഡ് കാര്യങ്ങൾ ഒരിക്കലും ബാക്കിയുള്ളത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് വെച്ചിട്ട് പോവാം. പിന്നെ ഇത് ഇതാണ് ഡൈനിങ് ഏരിയ. ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടാ. ചൂണി റൈസ്. നമ്മൾ ബെന്നൈസിൻ്റെ താഴെയാണ്, ബെന്നൈസ് പറഞ്ഞ മൗണ്ടൈൻ്റെ താഴെയാണ്. ഞാൻ റൂമിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇറങ്ങി കുറച്ചൊരു അരമണിക്കൂറോളം നടന്നേ. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ എത്തി. കുറച്ച് ഇങ്ങോട്ട് നടന്നു, അവിടെ താഴെയാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. അപ്പോൾ ഇന്ന് വെതർ ഫോർകാസ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കയറാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. നമ്മളെ വീട്ടിൽ നമ്മളെ മീൻസ് ഞാൻ നിന്ന റൂമിൽ ഉള്ള ആൾക്കാരൊക്കെ ഇത് ഇന്ന് കയറാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. വെതർ ഫോർകാസ്റ്റ് കാണിക്കുന്നത് മേലെ സ്നോഫോള്, റെയിന്, വിൻഡ് ഇത് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ ഇന്ന് കയറിയാൽ ലോസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. തിരിച്ചു വരൽ ബുദ്ധിമുട്ടായി. കാരണം ഈ മലേൻ്റെ വൃത്തിയെന്ന് വെച്ചാൽ ഇത് യുകത്തെ ഏറ്റവും ഉയരം കൂടിയ മലയാണ്. ഇതാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന റൂട്ട്. ഫുള്ളി പാറ കെട്ടുള്ള ഇത്. ഈ റൂട്ട് 2 റൂട്ടുള്ളത് ഈ മല കയറാൻ. ഒന്ന് മൗണ്ടൻ പാത്ത്, അല്ലെങ്കിൽ ടൂറിസ്റ്റ് പാത്ത് എന്നറിയപ്പെടുന്നത്. പിന്നെ ഒന്ന് CMD. അപ്പോൾ നമ്മൾ പോണത് മൗണ്ടൻ പാത്ത് എന്നാണ് ഞാൻ വിചാരിക്കണത്. കാരണം വേറെ ഹരമാർക്കും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. ഫുള്ള് മലനിരകൾ വീഡിയോയിൽ കാണാണ്ടാവും വിചാരിക്കണേ. ഫുള്ള് മഞ്ഞ്, ടോപ്പിൽ ഫുള്ള് മഞ്ഞ് കവറായിട്ടാണ്. അത്യാവശ്യം വിൻഡും കാര്യങ്ങളുണ്ട്. തണുപ്പില്ല, കുഴപ്പമില്ല. നമുക്ക് മേലക്കിങ്ങനെ പോയേക്കാം. റൂട്ട് മേലക്ക് പോകുന്നതോറും ആടാവുണ്ട്. പിന്നെ കാറ്റിൻ്റെ ശക്തി ഉണ്ട്. നൈസായിട്ട് വയസ്സ് മഴയും പെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ മാതിരി പോകാൻ പറ്റിടത്തോളം മേലക്ക് പോകുന്ന വിചാരിക്കണേ. ടോട്ടലി അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത് വരുന്നത് 16 കിലോമീറ്റേഴ്സാണ്. അതായത് ഒരു 3-4 കിലോമീറ്റേഴ്സ് ഇനി മേലക്കുണ്ടാവും. എവിടെ സ്നോഫാൾ തുടങ്ങാന്ന് വെച്ചാൽ അവിടെ നിർത്തേണ്ടി വരും. ടോപ്പിലെത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇന്നലെ നോക്കി നോക്കാം, പോയി നോക്കാം. ഇങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് നമ്മൾ ഫിറ്റ്നസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയത്. നമ്മൾ കഴിച്ച ഫുഡ്സിൽ തട്ടി let's go. Yeah. ഐസുള്ള ബൈക്കോടൊക്കെ നടന്നു തുടങ്ങിയിട്ടാ. ചവിട്ടി മേലേക്ക് പോയതിൻ്റെ കാണാൻ അത് വെച്ച് അങ്ങനെ പോയപ്പോൾ മറക്കും കാര്യങ്ങളൊന്നും ഇല്ല. വഴി കാണാൻ നോക്കി പോവാ. പിന്നെ വഴിയിൽ കാണുന്ന ആൾക്കാർ
സാക്സ് പറഞ്ഞാൽ നമ്മളെ ഇത്തരം എക്യുപ്മെൻറ്റ്സ് വേണം. നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ കുറച്ചും കൂടി പോയിട്ട് തിരിച്ച് പോരേണ്ടതെന്നാ തോന്നി. നമ്മൾ വണ്ടീൻ്റെ അവിടെ എത്തി. അത്യാവശ്യം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. കാറ്റ് കുറച്ച് കുറഞ്ഞു. വഴി വഴി നിർത്താൻ തോന്നില്ല. ഇതുവരെ വന്നിട്ട് മേലേക്ക് പോകാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ നിർത്താൻ വിചാരിക്കും. പിന്നെ കുറച്ചുകൂടെ എത്തുമ്പോൾ അവിടെ നിന്നും പോവാം. ആഹാ സൂപ്പർ. സൺലൈറ്റ് വന്ന് കാറ്റ് പോയി. ആ നല്ല കാറ്റുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ആൾക്കാർ ഫുട് പ്രിൻറ്റ്സ് കാണുന്നുണ്ട്. ഞാൻ അത് വെച്ചിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ആൾക്കാർ മേലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ചില നേരെ നോക്കുമ്പോൾ ചില ആൾക്കാരെ കാണാനുണ്ട്. ഞാനത് വെച്ചിങ്ങനെ പോയി വെച്ചു. കാരണം അവരൊക്കെ അവിടെ മിക്കവാറും കുറച്ചുകൂടി മോരുണ്ടാവും. ഐസിൻ്റെ അളവ് കൂടി. കുറച്ചുകൂടെ ഉള്ളൂ. 2-3 കിലോമീറ്റേഴ്സ് മാക്സിമം. കിടക്കണേ. എന്തായാലും കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് തുടങ്ങിയത്. മീൻസ് അവിടെ നിന്ന് അങ്ങനെയുള്ളൊരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് പിന്നെ വന്ന സ്ഥിതിക്ക് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് വേറൊരു വാട്ടർഫാൾ പോകാനായി വിചാരിച്ചത്. കാരണം ഇവർ വെതർ ഫോർകാസ്റ്റ് കാണിച്ചതിന് പറ്റില്ല, ആരും പോകണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഇത് സംസാരിച്ചപ്പോൾ പിന്നെ ഒരു വാട്ടർഫാൾ പറഞ്ഞിട്ട് അങ്ങനെ വന്നത്. അപ്പോൾ വാട്ടർഫാൾക്ക് മേൽപ്പെട്ടപ്പോൾ വരുന്ന വഴിക്കാണ് ഇതിക്കുള്ള എൻട്രൻസ് ഉള്ളത്. അപ്പോൾ അത് കണ്ടപ്പോൾ പിന്നെ കാണാൻ തോന്നി. പോണവർ പോകാൻ വിചാരിച്ചാൽ എപ്പോഴും സമ്മറിൽ വരുമ്പോൾ എന്തായാലും ഒന്ന് ഉഷാറായി. അപ്പോൾ ഓക്കെ ബൈ. ഞാനെങ്കിൽ ഇതായിട്ട് പോകും. വേറെ ഏതെങ്കിലും പ്ലേസിൻ്റെ ഇവിടെ പോകും. റെസ്റ്റ് ചെയ്യും. ഇവിടെ ഹോസ്റ്റലിൽ നിൽക്കും.
അടുത്ത വീഡിയോയ്ക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.